രാവിലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ മുളങ്കൂട്ടങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ഒരു ബ്രാഞ്ച് ചാഞ്ഞ് വന്നാണ് ഇത് എസ്കേപ്പ് ആയത്. 3 മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോഴത്തേക്കും ആ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്തു. ഇപ്പം ഉള്ളതൊരെണ്ണം സേഫാണ്. മറ്റവർ മരത്തിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. മൂന്നും ഉണ്ട്. 2 മരത്തിലായിട്ട് 3 ഇരിപ്പുണ്ട്. മെയിൽ അത് കാരണം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും, ഈ മെയിൽ ഇതും ഫീമെയിൽസുമായിട്ട്. മെയിലാണ് ഉള്ളത് ഇപ്പം താഴെ. ഉണ്ട്. അത് 23 സെപ്റ്റംബറിൽ കൊണ്ടുവന്നതാണ്. ഹരിയാന. 3 പെൺകുരങ്ങുകളാണ്. അത് ഈ പെൺകുരങ്ങുകൾ മരത്തിൻ്റെ മണ്ടയിലായതുകൊണ്ട് ആൺകുരങ്ങ് ഇപ്പം ഫ്രൂട്ട്സ് എടുക്കുന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് ഇങ്ങനെ താഴെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വിസിറ്റേഴ്സൊന്നും ഇല്ലല്ലോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ ഇത് പുറത്ത് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാധാരണ അങ്ങനെ പോകുമ്പം അങ്ങനെയാണ്. ചാടി ഇതുപോലെ ഒരു പ്രാവശ്യം കുറച്ച് തിരിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണം അതാണ്. നിലവിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല, കൂടിനടുത്ത് തന്നെ ആയതുകൊണ്ട്. പക്ഷേ നമുക്കറിയില്ല, എന്നാലും സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളത് തടയാൻ വേണ്ടിയിട്ട് കീപ്പേഴ്സ് എല്ലാം ജാഗരൂകരായിട്ട് നിൽപ്പുണ്ട്. മരത്തിൻ്റെ മണ്ടയിലായതുകൊണ്ട് പ്രതീക്ഷ എന്ന് വെച്ചാൽ അടുത്ത മരത്തിലോട്ട് ചാടുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നോക്കാം. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നമ്മളായിട്ട് തന്നെ അത് ഓട്ടോമാറ്റിക് അതായിട്ട് തന്നെ നാച്ചുറലായിട്ട് വന്നില്ലെങ്കിൽ മാത്രമേ നമുക്കത് ആലോചിക്കേണ്ടതുള്ളൂ. ഫീഡിങ് ടൈം 11:30 മണിയാണ്. അപ്പോൾ സമയം കഴിഞ്ഞു. നമ്മൾ ആ സമയം കണക്കാക്കി വച്ചിട്ടുണ്ട് ഫുഡ്. സ്വാഭാവികമായിട്ട് അതിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിക്കാതെ അത് സ്വാഭാവികമായി വരുന്നതാണ് നല്ലത്. ഈ കൂടുമായിട്ട് കുറച്ച് ദൂരം അകലെയാണ് ഈ മുളങ്കൂട്ടം ഉള്ളത്. ഒരു ബ്രാഞ്ചാണ് വളർന്ന് വന്നത്. അത് നമുക്ക് ശരിക്കും അത് നിവർന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇത് താഴോട്ട് വരില്ല. ഇതിപ്പം ചാഞ്ഞുകൊണ്ടാണ് കൂടിനകത്തോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇത് കൂടിനൊക്കെ പുറത്താണ്. അതിനാണ് സാധ്യത. അതാണ് ഞങ്ങൾ കാക്കുന്നത്.